I asked Jesus, "How much do you love me?" "This much," he answered, and he stretched out his arms and died. കർശനേ പാലനം കഠിനം വ്രതശുദ്ധി കർശനേ പാലനം കഠിനം വ്രതശുദ്ധി ദർശനേ പുണ്യം ഭദ്രമേ സവിതം ഘോഷം മണ്ഡപം മോഹനം ചേർത്തിടും മുറജപം ചരണം പൂജിതം സച്ചരിതമേതി ഘോഷം കർണവേ വസിതം ലളിതം ചിത്തബുദ്ധി കർണവേ വസിതം ലളിതം ചിത്തബുദ്ധി സന്നിധേ ധന്യം ചിന്മയമേ രൂപം സന്നിധേ ധന്യം ചിന്മയമേ രൂപം ഗരി 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 ബബരി ഗരി 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 ബബരി ഗരി ഗരി ബബരി മാഹിമാ ശ്രീ ശബരി ഗിരീശ സരി ഗരി സരി 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 ബരി സരി സരി ബബരി ഗരി സരി ബബരി മാഹിമാ ശ്രീ ശബരി ഗിരീശ എന്റെ മോഹം, എന്റെ ജീവിതാഭിലാഷം, എന്റെ ലക്ഷ്യം, അതെല്ലാം ഇന്ന് ഈ വെള്ളിയാഴ്ച തീരുമാനിക്കപ്പെടുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരൻ എന്നെ കൈവിടില്ലെന്ന്. എന്റെ സിനിമ നമ്മുടെ സിനിമ തുടങ്ങാൻ ഇനിയൊരു 5 മിനിറ്റ് മാത്രം.
എന്താ ചെയ്യാ വല്ലാതെ? സുമേ, ഇനി ഞാൻ അവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അല്ലെങ്കിൽ ഞാൻ ആരെയും കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വരും, അതുറപ്പാ. എന്തിനാ ജയ ഇങ്ങനെയെല്ലാം പറയുന്നത്? ഞാനോ മോനോ ജയം പറയുന്നത് കേട്ടിട്ടല്ലേ ഉള്ളൂ, ഒന്നും എതിർത്തിട്ടില്ലല്ലോ. പിന്നെ മറ്റുള്ളവർ അവരോട് ഇങ്ങനെയൊന്നും പെരുമാറരുതെന്ന് ഞാൻ എങ്ങനെ പറയും? ഓരോ ദിവസവും ഇന്ന് നന്നാവും, നല്ലത് വരുമെന്ന് വിചാരിക്കും. വീണ്ടും വീണ്ടും കുഴിയിലേക്ക് താണു പോവാ സുമേ. ജയ, എല്ലാം നേരെയോ? ഇങ്ങനെ വിഷമിക്കാതെ. ഒരു നാൾ ലോകം ആദരിക്കുന്ന ഡയറക്ടറായി മാറും ജയൻ, എനിക്ക് ഉറപ്പാ. നീ മോന് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ കാരണം ഇങ്ങനെയൊക്കെ പറയുന്നേ. നിനക്ക് നല്ലൊരു ജീവിതമല്ലേ ഉണ്ടായില്ലേ? ഇല്ല സുമേ, എന്നെ നാണം കെടുത്തിയവരുടെ മുമ്പിൽ ഒരു ബഹാസിനെ പോലെ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. എന്നോട് ക്ഷമിക്കൂ സുമേ. ഞാൻ എവിടെ പോയാലും നീ മോന് മാത്രമായിരിക്കും എന്റെ ഓരോ ശ്വാസത്തിലും. താരകങ്ങളെ മിഴി തുറന്നിടുമോ, ജീവിതയാത്രയിൽ വഴി ചൊല്ലുമോ? താരകങ്ങളെ മിഴി തുറന്നിടുമോ, ജീവിതയാത്രയിൽ വഴി ചൊല്ലുമോ? ആരോരുമില്ലാതെ ആരോരുമറിയാതെ ഞാനൊരു പിടിമണ്ണുമായി എവിടെ എൻ്റെ ജീവിതം തേടുവാൻ പോണതല്ലേ, തേടുവാൻ പോണതല്ലേ? താരകങ്ങളെ മിഴി തുറന്നിടുമോ, ജീവിതയാത്രയിൽ വഴി ചൊല്ലുമോ? മൃദുലമാമൻ ഹൃദയവും ഉരുകുമെൻ പ്രാണനും കളിച്ചിരി മറന്നു പോയി അഗതിയായൻ ജീവിതം തടവിലായൻ ചിന്തയും പല കുറി മാഞ്ഞു പോയി നിമിഷ സൂചി മാറും കനകതീരം തേടും പല നാളിലതൊരു നാൾ വരുമോ? ഞാനിവിടെ കാത്തിരിപ്പൂ, ഞാനിവിടെ കാത്തിരിപ്പൂ. താരകങ്ങളെ മിഴി തുറന്നിടുമോ,
ജീവിതയാത്രയിൽ വഴി ചൊല്ലുമോ? അടർന്നു പോയ ബന്ധവും കലയുമെൻ ജന്മവും നിറമിഴി തുളുമ്പിയോ? കളഞ്ഞു പോയ സ്നേഹവും അണഞ്ഞു പോയ നാളവും ഇടപിരിയാതെ എന്നിൽ വസന്തകാലം പോയി മാരിവില്ലൊടുങ്ങി തുടിതാളമതൊരു നാദം കേൾപ്പൂ. ഞാനിവിടെ ഓർത്തിരിപ്പൂ, ഞാനിവിടെ ഓർത്തിരിപ്പൂ. കേരളത്തിൽ നിന്നൊരു ജയകുമാർ കാണാൻ വന്നിട്ടുണ്ട് സാർ. ജയകുമാറോ? ആ, വരാൻ പറയൂ. ആ അതെ, സാർ ഇന്നത്തെ ഫ്ലൈറ്റിന് തന്നെ വരും. ആ പിന്നെ വൈകിട്ട് മമ്മൂട്ടി സാറുമായിട്ടുള്ള ഡിസ്കഷൻ ആരും മറക്കണ്ട. ബാക്കിയൊക്കെ സാറ് വന്നിട്ട് പറഞ്ഞോളൂ. ഞാൻ വരുന്നില്ലടോ കഴുതേ. നാളെയാണ് ഇവിടുത്തെ ക്ലൈമാക്സ് ഷൂട്ട് വെച്ചിരിക്കുന്നത്. ജാക്കി ഷറഫ് അല്ല, പകരം അജയ് ദേവൻ വരും. താൻ ഈ ഫോണിൽ വെച്ച് ഓടിച്ചോളൂ. ഇതിപ്പോ ഇടിവിട്ടേറ്റവന്റെ പാമ്പ് പിടിച്ച അവസ്ഥയായാലോ. ഹലോ സാർ. ஆமா சார், எப்படி இருக்கு சார்? நல்லா இருக்கியா? ஆமா சார், எல்லாம் ரெடியா இருக்கேன். இல்ல சார், நீங்க எல்லாம் கடவுள் மாதிரி சார். ஆமா ஆமா സർ 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 ഓക്കേ സാർ, കണ്ടിപ്പോ ഫോൺ. ആരാ? എന്താ? എന്റെ പേര് ജയകുമാർ നാരായൺ. എന്റെ സ്ക്രിപ്റ്റ് സാറിനൊന്ന് കാണിക്കാൻ. താൻ ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ ഷോർട്ട് ഫിലിം ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൽബം ഷോർട്ട് ഫിലിമായിട്ട് നടന്നാ പോരെ, സിനിമ എന്ന് വെച്ചാൽ താൻ എന്താ കരുതിയേ? അങ്ങനെ പറയരുത് സർ. ഒരു 10 മിനിറ്റ് എന്റെ ഈ കഥയൊന്ന് പറയാൻ. തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വെച്ചാ താനൊരു മലയാളി ആയതുകൊണ്ട് ഇത്രയും ക്ഷമിച്ചിരുന്നേ. മാനുഷ്യനെ മെനക്കെടുത്ത കാലത്ത് വരെ പോടോ സർ. കാലത്തൊരു നിറഞ്ഞിട്ടുള്ളൂ കണ്ടോളറേ.
ഇത് കൃഷ്ണപിള്ളച്ചേട്ടന്റെ ചായക്കട. ഒരു കാലത്ത് സിനിമാ നടനാവാൻ നാടുവിട്ടെത്തിയ പിള്ളച്ചേട്ടന്റെ ചായക്കട. പിള്ളച്ചേട്ടൻ മക്കളെ പോലെ സ്നേഹിക്കുന്ന കുറച്ച് അന്തേവാസികളും ഉണ്ട് ഇവിടെ. അവരാണിനി എനിക്ക് സുഹൃത്തുക്കൾ. என்னடா இவ்வளவு லைட்டு? கடவுளே காப்பாத்துங்க. என்னடா டேய், டைம் வேஸ்ட் பண்ணாம சீக்கிரமா பண்ணுங்க. എന്ത് പറഞ്ഞിട്ട് കാര്യം? അമ്മ തിരുപ്പി വന്ന എന്താണ് രാവിലെ വല്ല പീഡനമാണോ വായിക്കുന്നത്? എന്റെ വാടയിൽ കുടിക്കൂല, പല്ലും തേക്കില്ല. ഇപ്പൊ പല്ലിയേക്കാത്ത കുഴപ്പം. പോടാ വഴിപാടാ. രാവിലെ വന്ന് ആസനം കാണിച്ചോണ്ട് ഒന്നും പറഞ്ഞാ കേൾക്കില്ല. എല്ലാം കണക്ക്. ആ, ജയേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ആ, സദ്ദാമോ? എന്റെ ചേട്ടാ, ഇതൊക്കെ പടച്ചോന്റെ ഓരോ പരീക്ഷണങ്ങളായി കണ്ടാ മതി. ചേട്ടനൊരു വലിയ നിലയിലെത്തുമ്പോ ഓർത്ത് പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ആദ്യം ചെലവ് കഴിഞ്ഞു പോകാൻ ഒരു ജോലി കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത കാര്യങ്ങൾ. ചേട്ടന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാനൊരു ജോലി ശരിയാക്കി തരട്ടെ. വിശപ്പിന്റെ മുമ്പിൽ എന്ത് കോംപ്ലക്സ് എന്റെ സദ്ദാമേ? എന്റെ ചേട്ടാ, 5 നേരം നിസ്കാരമുള്ള ഞാൻ ഹറാമായിട്ട് പോലും ഈ ജോലി ചെയ്യുന്നത് എന്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാ. ഈ ജീവിതം തന്നെ ഒരു തമാശയല്ലേ ചേട്ടാ? ചേട്ടൻ വന്നു കിടന്ന് ഉറങ്ങാൻ നോക്കാം. പിന്നൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ സിനിമാക്കാര് വന്നിരുന്ന് സംസാരിക്കുന്ന സ്ഥലമാ അത്. ജയേട്ടൻ അവിടെ ജോലിക്ക് കയറിയ ഒരുപക്ഷെ എല്ലാം പടച്ചോന്റെ കയ്യില്. പഠിപ്പൊക്കെ ശരി തന്നെ. ഇതുപോലുള്ള ജോലി വല്ലതും ചെയ്ത് ശീലമുണ്ടോ? അല്ല, മലയാളി ആയതുകൊണ്ട് ചോദിച്ചാ. എന്ത് ജോലി ചെയ്യാനും മനസ്സുണ്ട് സർ. ഓക്കെയാണ് സർ. ശരി ശരി, കുറച്ചാള് നിന്ന് നോക്കിയിട്ട് അപ്പുറം നമുക്ക് നോക്കാം. സർ, അതിങ്ങോട്ട് വെക്ക്. ബ്രാൻഡിയോ റമ്മോ? റമ്മ. ഹേ, സാരമില്ല, അയാളുടെ മൂഡ് ചിലപ്പോ അങ്ങനെയാ. വിട്ടുകളാ. വാ. തനിക്ക് കാർ ഓടിക്കാൻ അറിയാം? അറിയാം സർ. ഇതായിരിക്കണം സാറിനെ ഒന്ന് വീട്ടിൽ കൊണ്ടുവരണം. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വാ. സർ, താനല്ലേ ഇന്നലെ? അല്ല സർ, ഞാനല്ല. അവനെയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എത്ര ഫിറ്റ് ആയാലും എനിക്ക് ആളെ തിരിച്ചറിയാം. ജയകുമാർ അല്ലേ? ഇത് കണ്ടെത്തൊന്നും ഞാൻ എന്തോ കടുത്ത അപരാധം ചെയ്തിട്ടാന്ന് മനസ്സ് പതറിയപ്പോ പറ്റിപ്പോയതാടോ. താൻ എന്നോട് ക്ഷമിക്ക്. സോറി പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും പറയടേ. താനൊന്ന് വേഗം റെഡിയാക്ക്, ഒരിടം വരെ പോകാനുണ്ട്. സർ, ഒരുപാട് ജോലിയുണ്ട് ഇവിടെ. അത് ഞാൻ തന്റെ മാനേജറോട് പറഞ്ഞിട്ടുണ്ടോ. താൻ പോയി റെഡിയാവുക. ശരി സർ. ജയകുമാറെ, തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. അതെന്താ ജോണേട്ടാ അങ്ങനെ ചോദിച്ചേ? ഇതറിയാൻ ഷെർലക് ഹോംസ് ആവേണ്ട കാര്യമൊന്നുമില്ല. തനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ജോണേട്ടൻ ഊഹിച്ചത് ശരിയാ. സംവിധായകനാവാൻ വേണ്ടി മാത്രമല്ല ഞാൻ നാട് വിട്ടത്. പിന്നെ നാടും നാട്ടുകാരും എന്നെ ഉപേക്ഷിച്ചപ്പോ
എനിക്ക് നാട് വിടേണ്ടി വന്നു. कर्णवे वसितं ललितं चित्तबुद्धि कर्णवे वसितं ललितं चित्तबुद्धि सन्निधे धन्यं चिन्मयमे रूपं सन्निधे धन्यं चिन्मयमे रूपं. ഓക്കെ, മൊബൈൽ ഫോണിൽ കുളിമുറി രംഗം. ഇവനെ ഒന്നും ഇങ്ങനെ കൈകാര്യം ചെയ്താൽ പോരടൂ. ഇതെങ്ങനെ ഇവനെ തൂക്കി അകത്തിട്. എന്താടോ താൻ ഭയന്നോ? ജോണി, ആ പരാതിക്കാരനെ ഞാൻ വിളിക്കരുത്. ഇപ്പൊ തനിക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. ഒരാളെ വിശ്വസിച്ച് 1 കോടി രൂപ ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുന്നു. അയാളാവട്ടെ കൃത്യമായി ഓഫീസിൽ ചെല്ലാതെ ഷൂട്ടിങ്, ആൽബം എന്നൊക്കെ പറഞ്ഞ് മുങ്ങി നടക്കുക. ആർക്കാടോ ദേഷ്യം വരാത്തത്? താൻ പറ. സാറേ, പഴയ 2ാം ക്ലാസ്സുകാരനായ നമ്മള് മാത്രം വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവനെ വിശ്വസിച്ച ഇവനെ മാത്രം. എന്നിട്ടിപ്പോ ജമാൽക്ക, ഞാനൊന്ന് പറയട്ടെ. വേണ്ട വേണ്ട ജയകുമാറേ, നമ്മള് നിന്നെ നമ്മുടെ മക്കളുടെ സ്ഥാനത്താ കണ്ടിരിക്കണേ. ഇക്ക, ഈ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ വീണ്ടും പറയാതെ ജയകുമാറിന് പറയാനുള്ളതോട് കേൾക്ക്. എന്നാ താൻ പറ. സർ, ഇക്ക പറഞ്ഞതെല്ലാം 100% സത്യ. പക്ഷേ എന്നെ വിശ്വസിച്ച് വലിയൊരു തുക മുടക്കിയ പ്രൊഡ്യൂസർ ഇപ്പൊ വെള്ളത്തിലായി. ഇനി ആകെ ബാക്കിയുള്ള സമ്പാദ്യം ഭാര്യയുടെ താലിമാല മാത്ര. നീ നമ്മളെ വെറുതെ ബേജാറാക്കിയല്ലടാ. നമ്മുടെ ബിസിനസിന്റെ കാര്യം ഓർത്തപ്പാ സാറേ ഞാൻ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോവാ. എന്തേ എടോ ജയ, താനാണ് എന്റെ മകന്റെ ചിത്രത്തിൽ പാട്ട് എഴുതിയെന്ന് അറിഞ്ഞു. എല്ലാം ശരിയാവും. ശരി, പൊക്കോളൂ. വന്നേക്കണം കുടുംബത്തിന്റെ പേര് കളയാൻ. മനസ്സിലായില്ല? ആരാന്നോ? ഞാൻ ആരാന്നോ? നന്നായി. പുന്നാര മരുമകനോട് ചോദിച്ചു നോക്ക് ഞാൻ ആരാന്ന്. അപ്പൊ അറിയാം. അല്ല, ചേട്ടനോ? അല്ലടാ, അനിയൻ. ഉള്ളതിൽ ഇളയ അനിയൻ. എടാ, ഒളിച്ചിരുന്ന കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ഡാ, രൂപ 1 2 ഒന്നും അല്ല. പൊട്ട വിരിച്ച് ചിട്ടി വിരിച്ചു ഉണ്ടാക്കിയ കാശ. ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് ഷൂട്ട് ചെയ്ത് കളയുന്നില്ല ഞാൻ. നീ പണം ഇപ്പൊ തരും. ഞാൻ ചത്തിട്ടോ? പോടാ. ഡാ, ഈ കൊഞ്ചുപ്പൊടിയാണ് കപ്പലെ പറിക്കുന്നതെന്ന് അറിയാമല്ലോ. ചേട്ടാ, എന്റെ അവസ്ഥ എന്ത് ദിവസം? നിങ്ങൾ ഇവന്റെ അച്ഛനും അമ്മയൊക്കെ ആണല്ലോ. ഞാൻ പറയാനുള്ളത് പറയാം. രൂപ 1 ലക്ഷമാ ചുമ്മാ വെള്ളത്തിൽ കളയും പോലെ കളഞ്ഞത്. ഒക്കെ നിങ്ങളെ മോൻ കാരണമാ. ഇതിപ്പോ പിടിപ്പില്ലാത്തതിന്റെ കയ്യിലാണല്ലോ ദൈവം. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എപ്പോ പണം തരുമെന്ന് മാത്രം പറഞ്ഞാ മതി. പൈസ ദേ,
24 മണിക്കൂർ സമയം തരും. ഇനി എന്നാ വിറ്റ് തുലച്ചിട്ടാണേലും വേണ്ടില്ല എന്റെ പണം കൊണ്ടുതരണം. ഇല്ലെങ്കിൽ മോനെ ഞാൻ ഒരു വരവും കൂടി വരേണ്ടി വരും. പോലീസോ പട്ടാളവുമായിട്ടല്ല, അല്ലാതെ മേടിക്കാൻ എനിക്കറിയാം. അമ്മച്ചി, അപ്പച്ചോ വരട്ടെ, വണ്ടിയറ. അമ്മേ, എത്ര പറഞ്ഞാലും നന്നാവില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? അച്ഛാ അത് പിന്നെ എനിക്കൊന്നും കേൾക്കണ്ട. ചേട്ടാ, ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ എനിക്ക് തരാൻ? സ്വർണത്തെക്കാളും പണത്തെക്കാളും വലുതല്ലേ ജയ ഞാനും എൻ്റെ സ്നേഹവും. അതെന്നും ഉണ്ടാവും. ജയ, ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിൽ ജ്വലിച്ച് നിൽക്കുന്നവർക്കെല്ലാം ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടോ? താൻ വിഷമിക്കാതെ, തൻ്റെതായ ഒരു ദിവസം വരും. ജീവിതത്തിൽ നിന്നും അവധിയെടുത്ത് സ്വപ്നങ്ങളുടെ പുറകെ സഞ്ചരിക്കാൻ നാടുവിടുന്ന ലോകത്തിലെ ആദ്യത്തെ ഭർത്താവ് ഞാനായിരിക്കും. എല്ലാവരും പറഞ്ഞു ഭ്രാന്ത് തന്നെ. പക്ഷേ എൻ്റെ ശരിക്കൊപ്പം കൂടെ നിൽക്കുന്ന എൻ്റെ ഭാര്യ, എൻ്റെ സുമതി, അതാണ് എനിക്ക് കിട്ടിയ ഭാഗ്യം, എൻ്റെ പുണ്യം. രാധയോടാരോ മെല്ലെ ചോദിച്ചു, കണ്ണനോടാണോ നിനക്കിഷ്ടം? രാധയോടാരോ മെല്ലെ ചോദിച്ചു, കണ്ണനോടാണോ നിനക്കിഷ്ടം? ഉണ്ണിക്കണ്ണന്റെ പുല്ലാങ്കുഴൽ പാട്ടിനോടോ വെണ്ണ കക്കുന്ന വികൃതിയോടോ? രാധയോടാരോ മെല്ലെ ചോദിച്ചു, കണ്ണനോടാണോ നിനക്കിഷ്ടം? എൻ്റെ ദുഃഖ സാമ്രാജ്യത്തിലേക്ക് ഒരു പെങ്ങളെ പോലെ, അല്ല പെങ്ങളായി തന്നെ രേണുക നമ്പ്യാർ കടന്നു വരുന്നു. കുറുമ്പിനോടാണോ നിനക്കിഷ്ടം? ഒരു പിടിയവിലിൽ സർവവും നൽകി കുചേല വ്യസനം തീർത്തോ പാലമായയോടാണോ നിനക്കിഷ്ടം? രാധേ പറയൂ നിന്റെ ഇഷ്ടം. മരിച്ചുപോയ ഭാര്യയുടെയും മകളുടെയും അടുത്തേക്ക് വേഗം എത്താൻ വേണ്ടി കള്ളു കുടിച്ച് മരിക്കാൻ നടക്കുന്ന ജോണേട്ടൻ്റെ സ്നേഹം, കരുതൽ, അതിനുമപ്പുറം സഹോദരതുല്യം.
സ്ഥിരം സാധനം എടുക്കട്ടെ? ഒരു ഗ്ലാസ് പച്ചവെള്ളം മതി. ഞാൻ ചിലപ്പോൾ അങ്ങനെയാടോ. വലിയ വലിയ കൂത്താട്ടങ്ങൾക്ക് ശേഷം 2 ദിവസം ഫുൾ റെസ്റ്റ്, ഒരു ഡ്രൈ ഡേ. ആ, താൻ ഈ യൂണിഫോം ഒന്ന് മാറിയിട്ട് വാ, നമുക്കൊരിടം വരെ പോവാണ്ട്. ഓക്കെ, ഇപ്പൊ വരാം. ജയ, തനിക്ക് സുമതിയും മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? അതിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. എടോ, എന്റെ ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടക്കാണ്, തനിക്ക് അവിടെ വന്ന് താമസിക്കാലോ. ഇപ്പോഴത്തെ സാഹചര്യത്തില് അവളുടെ അച്ഛനും അമ്മയും അവളെയും മോനെയും ഇങ്ങോട്ട് വിടില്ല. ഓ, ഇപ്പം മനസ്സിലായി തന്നോട് അവർക്കുള്ള സ്നേഹം. എന്ത് പറയാനായിട്ടാ, സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. അല്ല, നമ്മളിത് എങ്ങോട്ടാണാവോ? താൻ മുമ്പോട്ട് വിട്, തനിക്ക് എന്തെങ്കിലും ഒരു പണി തരണോ? ഹലോ. ആ സുധേ, തന്റെ ശബ്ദത്തിനൊരു ഗാംഭീര്യമൊക്കെ വന്നിട്ടുണ്ട്. ഈ ശബ്ദം, എടാ ജോണേ, ഇറ്റ്സ് എ ബിഗ് സർപ്രൈസ്. എത്ര നാളായടാ? നീ കണ്ടുപിടിച്ചല്ലേ? പണ്ടേ കോളേജില് നീ മാത്രം എന്നെ സുധേന്ന് വിളിച്ചിരുന്നത്. നിനക്കത് ഓർമ്മയുണ്ടോ? ഉണ്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്കൂളും കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. അല്ല, നീ പെട്ടെന്ന് വിളിച്ചത്? നേരിട്ട് വരണമെന്ന് കരുതിയതാ. പിന്നെ കുറെ ബിസിനസ് വർക്ക്സ്. ആ, ഇപ്പൊ നിന്റെ അടുത്ത് വന്നിരിക്കുന്ന ജയകുമാറില്ലേ, എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്താണ്. ഹൈലി ക്വാളിഫൈഡുമാണ്. നീ നിന്റെ സ്കൂളിൽ ഒരു ജോലി ശരിയാക്കി കൊടുക്കണം. പാർട്ട് ടൈം ആയാലും മതി. ആ, ബാക്കിയൊക്കെ നേരിൽ പറയാം. ഓക്കെ, ബൈ. ഓക്കെ. മിസ്റ്റർ ജയകുമാർ. യെസ് മാഡം. ജോൺ ഒരു കാര്യം പറഞ്ഞ പറ്റില്ലെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ജയകുമാർ നമ്മുടെ സ്കൂളൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ഒരാഴ്ചക്ക് ശേഷം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജയകുമാറിനെ ഞാൻ അപ്പോയിന്റ് ചെയ്യാം. താങ്ക് യു മാം. ഓ, വെൽക്കം. ഹലോ സുമേ, ഞാനാ. എന്താ ചെയ്യാ? ഒരു സന്തോഷം പറയാനാ വിളിച്ചത്. എനിക്കൊരു ജോലി കിട്ടി, ഒരു സ്കൂളിലാ. ചെറുതാണെങ്കിലും പോവാന്ന് വിചാരിച്ചു. ഒന്ന് പിടിച്ചു നിൽക്കണ്ടോ? ബാറിലെ ജോലി കൊണ്ട് മാത്രം കാര്യങ്ങൾ ഓടില്ലല്ലോ. ചെറിയൊരു ജോലിയാണെന്ന് കരുതി വിഷമിക്കണ്ട, എല്ലാം നല്ലതിനേ വരൂ. നോക്കിക്കോ, ഇതുപോലെ ജയന്റെ സിനിമയുടെ കാര്യവും ശരിയാവും, എനിക്ക് ഉറപ്പാ. അടുക്കളയിൽ നല്ല തിരക്കാ ജയ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. റിലീസ് ചെയ്ത എല്ലാ പ്രശ്നങ്ങളും തീരും. ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക് കേട്ടാ. എനിക്കിപ്പോ ചെറിയൊരു ജോലി കിട്ടി. ഞാൻ തന്നോളാം, എന്നെ വിശ്വസിക്കുക ചേട്ടാ, തീർച്ചയായിട്ടും. ഓ ഓ, മുടിച്ചിട്ട് കലമ്പടാ. പുതിയ ആളല്ലേ? അതെ, പേര് ജയകുമാർ. ഓ, ഞങ്ങളുടെ സ്കൂളൊക്കെ ഇഷ്ടമായോ? ഓ, ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇവിടുത്തെ പ്രിൻസിപ്പാൾ ഒരു പാവം സ്ത്രീയാ. ഇവിടെ ഒരു പൂതനുണ്ട്, എച്ചം. അവരെ ഹസ്ബൻഡ് തമ്പാൻ, അയാളൊരു പൂതനാ. ആ, പൂതനയുടെ ഹസ്ബൻഡ് പൂതനൻ. നോക്കിയും കണ്ടൊക്കെ നിന്നാ അവനോട് കൊള്ളാം. ഈ വട കഴിച്ചോ, ഇത് ഫ്രീ ആണ് കേട്ടോ, കാശ് വേണ്ട. Hello. Who is your archery coach? Our PT sir, but waste sir, no use. Hey, சாரை பற்றி அப்படியெல்லாம் பேசாத. எப்படி பேசாதிருக்க சார்? ஒரு தடவை கூட டார்கெட்ல நான் பேசி பார்க்கவே இல்லை.
Uncle, do you know archery, uncle? കൊടു. ഇപ്പടി. സുധേ ആരാ അയാള് ബോ എടുത്ത് കുട്ടികളെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നു ആരാ ആൾക്കാർ അതിനുള്ള പെർമിഷൻ കൊടുത്തത് സുലു ലിസൺ ഹീസ് ജയകുമാർ ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ ഞാനാ പറഞ്ഞത്. ഇങ്ങനെ ഓരോരുത്തരും തലയിൽ കയറ്റി വെച്ചല്ലേ നീ ഇരിക്കുന്നിടത്ത് അവൻ കയറിയിരിക്കും പോരാത്തതിന് മലയാളിയും. സുലു എന്താ ഈ പറഞ്ഞു വരുന്നത്? അത് തന്നെ അവൻ ഇതിനൊരു വാർണിംഗ് കൊടുക്കണം എന്നിട്ട് വല്ല സ്റ്റോറിലും മറ്റു ജോലി കൊടുക്കൂ. യെസ് മാഡം. ആ മിസ്റ്റർ രഘു ആ ജയകുമാറിനോട് ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. ഓക്കെ മാം. ജയകുമാറിന്റെ പ്രിൻസിപ്പൽ ഒരു വാട്ടി കൂടി uncle. എന്താ എന്നാல சார் சண்டை கோழி தானா அவங்க ஸ்டைலா பண்றது. മാഡം ജയകുമാർ വന്നിട്ടുണ്ട്. ആ താൻ കുട്ടികളുടെ ആർച്ചറി പ്രാക്ടീസിൽ ഇന്റർഫിയർ ചെയ്തോ? അത് ഞാൻ പിന്നെ കുട്ടികള്. യെസ് ഓർ നോ അത് പറഞ്ഞാ മതി. യെസ് മാഡം. രഘു ഒരു ബയോഡാറ്റ വാങ്ങി വെച്ചിട്ട് ഇന്നത്തെ ഡേറ്റിന് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യണം. ഓക്കെ മാം, ഇപ്പോൾ തന്നെ ഇഷ്യൂ ചെയ്യാം. ഹീസ് അവർ ന്യൂ ആർച്ചറി കോച്ച് വിത്ത് എഫക്ട് ഫ്രം ടുഡേ. താങ്ക് യു സോ മച്ച്. ചേട്ടാ ബൈ, രാത്രി കാണാം. രാവിലെ തന്നെ തുടങ്ങിയല്ലേ? ഒന്ന് പോടേക്ക. ജഞ്ചേട്ടാ ഇത് എപ്പ തുടങ്ങിയതാ? കഴിയാറായില്ല ഇതുവരെ. ഒന്ന് പോയ എന്റെ ചക്ക. സമാധാനത്തോടെ നാമം ചൊല്ലാൻ സമ്മതിക്കില്ല. സർവമംഗളമംഗലേശ്വര. നല്ല ഹെൽത്ത് കിടക്കും. താൻ ആള് കൊള്ളാലോ. ഒറ്റ മാസം കൊണ്ടല്ലേ ഈ പിള്ളേരൊക്കെ ശരിയാക്കി എടുത്തു. അങ്ങനൊന്നുമില്ല ചേട്ടാ. ദേവമാരെ എത്ര ടീച്ചർമാരെ കണ്ണീര് വീഴ്ത്തുന്നറിയോ ഇവിടെ. ആ എച്ചമ്മും അവരെ ഹസ്ബൻഡ് ഇല്ലേ തമ്പാൻ, അവർ രണ്ടുപേരും ഇവിടെ ഭരിക്കുന്നിടത്തോളം കാലം താൻ എത്ര തലകുത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. ഈ എസ്റ്റേറ്റ് മാനേജർ എന്ന് പറയുമ്പോ അയാൾക്ക് എവിടെയെങ്കിലും എസ്റ്റേറ്റ് ഉണ്ടോ? കാപ്പിത്തോട്ടോ ചായത്തോട്ടോ അങ്ങനെ എന്തെങ്കിലും? എവിടെന്ന്? ആ എച്ചം ഒപ്പിച്ചെടുത്ത പോസ്റ്റല്ലേ ഇത്. സ്കൂള് എസ്റ്റേറ്റ് മാനേജർ എങ്ങനെ ഉണ്ട്? ഓ അങ്ങനെ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അതാണ് ലക്ഷ്മൺ, at 6 AM tomorrow we are going for the state championship. Okay? Now go to your class. We will win. Okay? Bye. ഈ വർഷം തന്നെ
ഇവനെ ഞാനൊരു നാഷണൽ ചാമ്പ്യൻ ആക്കും. ആക്കണം, അത് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം, രണ്ടും വിഷവിത്തുക്കളാണേ. ഞാൻ വളരെ സൂക്ഷിച്ചു തന്നെ പോണേ, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. நான் அன்னைக்கு சொல்லலையா ஒரு பொது பிசினஸ். என்ன பிசினஸ் சொல்லிட்டு? ஸ்கூல் பசங்களுக்கு ஒரு மேகசின் பண்ணுறது மேட்டர் தானே. அந்த விஷயம் ஞானும் ஜெயகுமாரும் டிஸ்கஸ் பண்ணிட்டேன். அவன் பெரிய டிகிரியெல்லாம் எடுத்து நல்ல நாலேஜ் இருக்கு. அவன் ரொம்ப சின்சியர். அவன் ஏமாட்டாது. அது கரெக்ட் சார், 100% கரெக்ட். வரட்டுமா? എടാ കാര്യമൊക്കെ ശരിയാ, പക്ഷെ അവന്റെ കോപ്പിലൊരു സിൻസിയാരിറ്റി. പക്ഷെ മോനെ നിനക്ക് പണിയാ, മനസ്സിലായടാ പോത്തെ. ജയകുമാർ, മാനേജർ കൂപ്പറത്. സുമേഷ്, ജയകുമാറിന്റെ കണക്കൊക്കെ കൃത്യമായി കൂട്ടിയിട്ടില്ലേ? വരൂ. എടോ ജയകുമാരെ. എന്താ സാർ? ജയകുമാറെ, ഇതുവരെയും ഈ സ്ഥാപനത്തിന് എനിക്കും ചെയ്തു തന്നിരിക്കുന്ന സേവനങ്ങൾക്കൊക്കെ നന്ദി. എന്ത്, എന്തിന്, എന്തുകൊണ്ട്, ഈ ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഈ നിമിഷം മുതൽ നിങ്ങളുടെ സേവനം എനിക്ക് ആവശ്യമില്ല. ശമ്പളം കൂടാതെ ഒരു 2000 രൂപ കൂടി ഉണ്ട്. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇനി നമുക്ക് കാണാം. ഹലോ, சொல்லுங்க சார். ആ ഉണ്ണിയേട്ടാ, ഞാൻ രേണുവിനെ വിളിച്ചായിരുന്നു. അവള് വിളിച്ചിട്ട് നോട്ട് റീച്ചബിൾന്നാ പറയണേ. എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ വിളിക്കട്ടാ. ആ ശരി. അവൻ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഒന്നും പറഞ്ഞില്ല ചേട്ടാ. നിങ്ങൾ വിളിക്കുമ്പോഴാ ഞാനും അറിയണത്. എന്നാൽ അവൻ ഇതെവിടെ പോയി? ഉണ്ണി വരുന്നു. എന്താ ഇപ്പൊ പറയണവരില്ല. ഞങ്ങളിപ്പോ സ്കൂളിൽ പോരുന്നു. ആളിവിടെ എത്തിയിട്ടില്ല. മാത്രമല്ല, ഇന്നാണ് കുട്ടികളുടെ സ്പോർട്സ് മീറ്റ്. അതിന് ചേട്ടൻ അവരെ കൊണ്ട് പോയിട്ടുമില്ല. എന്ത് പറ്റിയെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ജോണേട്ടാ, ഞാൻ ഒന്നും അറിയാത്ത പോലെ സുമൻ ചേച്ചി വിളിച്ചു നോക്കി. എന്നിട്ട് ജയേട്ട പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇന്നത്തെ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു. മാഡം, മാഡം, എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കൂ. വേണ്ട പ്ലീസ് മാഡം. എനിക്കൊന്നും കേൾക്കേ വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസസ്. ഈ സ്കൂളിനെയും എന്നെയും താൻ ചതിച്ചു. പക്ഷേ പാവ ആ കുട്ടി എന്ത് തെറ്റാടോ തന്നോട് ചെയ്തത്? മാഡം, ഞാനൊന്ന് പറയട്ടെ. Shut up. You may have so many reasons, but I don't want it. തലയിൽ ഒരു കെട്ടുമായിട്ട് വന്നാ ഞാനത് വിശ്വസിക്കുമെന്ന് കരുതിയോ? You are dismissed. You may go. ஏன் சார், எதுக்கு நீங்க என்ன ஏமாத்துறீங்க? மனசுக்குள்ள நிறைய ஆசையும் பாசமும் தந்ததுக்கு அப்புறம் நீங்க என்ன வேண்டான்னு முடிவு பண்ணிட்டீங்களா? உங்களை நான் கடவுள் மாதிரி பார்த்தேன். பட் யூ ஹெட் மீ லாட் அங்கிள். ஹெட் மீ லாட். ஹெட் மீ லாட் அங்கிள்.
முருகா வியாபாரம் எல்லாம் நல்லா நடக்கணும் முருகா கடவுளே காப்பாத்துங்கோ. ஜெயா என்னாச்சு? எப்படி அடிபட்டது? நீ சொல்லாமல் எங்க போயிட்ட? എന്താ ജയ എന്ത് പറ്റി? ഒന്നുമില്ല ചേട്ടാ. ജയേട്ടാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അവൻ പോട്ടെ, അല്പം വിശ്രമിക്കട്ടെ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് മിസ്റ്റർ കൃഷ്ണപിള്ള, ജയേട്ടനെ പറ്റി പോലും വിവരം കിട്ടിയോ? ജയേട്ടൻ വന്നു. വന്നോ? എന്നിട്ട് അവിടെ റൂമിലുണ്ട്. ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല. തലയിലാണെ പരിക്ക് പറ്റിയൊരു കെട്ടുമുണ്ട്. കെട്ടോ? ആ, നീ ഒന്ന് ചോദിച്ചു നോക്കി. വാ നമുക്കൊന്ന് പോയി നോക്കാം. ജയ, താൻ ഇത്രയും സില്ലിയാവല്ലേ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് തരണം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. നാളെ ഞാനിന്ന് ഡൽഹി വരെ പോവുകയാണ്. ഒരു ഇന്റർനാഷണൽ മ്യൂറൽ പെയിന്റിംഗ് സിമ്പോസിയം. താനൊന്ന് നാട്ടിൽ പോയിട്ട് വാ. ഞാൻ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്താ കാശി? എടാ എസ്തപ്പാൻ, താനെന്താ ക്ലാസ് സമയത്ത് ഇവിടെ കുട്ടിയെ കൊണ്ട്? കുട്ടിയുടെ അച്ഛൻ വിളിച്ചോണ്ട് പോകാൻ വന്നപ്പോ താൻ കുട്ടിയെ വിളിച്ചോണ്ട് വന്നു? ഇവിടെ റോട്ടിൽ കൂടെ പോകുന്ന ആര് വന്ന് വിളിച്ചാലും താൻ കുട്ടിയെ വിളിച്ചോണ്ട് വരും. അത് പിന്നെ ഈ വന്നിരിക്കുന്ന കുട്ടിയുടെ അച്ഛനാണെന്ന് തനിക്കറിയോ? താൻ ഇയാളെ അറിയോ? ഇല്ല. കാശി, ഇതാണ് നിന്റെ അച്ഛൻ. മിസ്റ്റർ ജയകുമാർ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഗേറ്റ് പാസ് സൈൻ ചെയ്തിട്ട് കൊണ്ടുപോയിക്കോളൂ. ഓക്കെ മാം. ടീച്ചർ എന്നെ അങ്ങനെ ചോദിച്ചേ? അപ്പോ അച്ഛൻ തന്നെയാണോ എന്റെ അച്ഛൻ? അച്ഛൻ തന്നെയല്ലേ എന്റെ അച്ഛൻ?
അത്രയ്ക്ക് സില്ലി ആയാലോ ജയ, കൊച്ചുകുട്ടികളെ പോലെ. ഏയ്, പോരുമ്പോ ജോണേട്ടൻ പറഞ്ഞൊരു വാക്കില്ലേ, അതിലെനിക്ക് നല്ല വിശ്വാസ. നല്ലൊരു വാർത്ത നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ജയ. എനിക്കറിയാം, ഒത്തിരി ആഗ്രഹങ്ങളോടുകൂടിയ 14 വർഷങ്ങൾക്ക് മുമ്പ് നീ എന്റെ മണിയറയിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് നിനക്ക് കിട്ടിയതോ ഒരുപാട് ദുരിതങ്ങൾ മാത്രം. സീനൊന്ന്, കടൽ തീരം. ഏകാന്ത പതികൻ ഞാൻ ഏതോ. എന്റെ പൊന്നു ജയ, ഒന്നിലും ഓവർ എക്സൈറ്റഡ് ആവരുത്. ഈ മുഖം എപ്പോഴും സന്തോഷായിരിക്കണം. അത് കാണാനാ രസം. കണ്ടോ കണ്ടോ. പുള്ളിക്കുയിലേ കള്ളിക്കുയിലേ പുള്ളിക്കുയിലേ കള്ളിക്കുയിലേ പാടുമോ നീയൊരു ഗാനം. പുള്ളിക്കുയിലേ കള്ളിക്കുയിലേ പാടുമോ നീയൊരു ഗാനം. കരളലിയും അനുരാഗത്തിൻ ഗാനം പാടുമോ. നിന്റെ സ്വന്തമല്ലേ ഞാൻ, നിന്നോഹമില്ല എന്താഹമല്ലേ. പുള്ളിക്കുയിലേ കള്ളിക്കുയിലേ തീരത്തിൽ നീ കുളിർക്കാറ്റ വന്നണയുമ്പോ മഴമുകിലായി ഞാനും ഒന്നു ചേരാ. കതിരോലപ്പന്തൽ കെട്ടി നീ കാത്തിരിക്കുമ്പോൾ മണവാട്ടിയായി ഞാനും വന്നു ചേരാ. മനസ്സിന്റെ ഓർമ്മച്ചപ്പിൽ നിനക്കായൊരു പിടി സ്വപ്നം തളിർക്കുന്നുവെന്നിൽ നിന്റെ രൂപം. പറക്കുന്ന ശലഭത്തിൻ വിറയ്ക്കുന്ന ചിറകുപോൽ മിടിക്കുന്നുവെന്നിൽ നിന്റെ സ്നേഹം. പറയൂ പറയൂ
അറിയാമോ എന്തിനീ കൊഞ്ചൽ നിന്റെ സ്വന്തമല്ലേ ഞാൻ നിൻ മോഹമെല്ലാം എൻ ദാഹമല്ലേ പുള്ളിക്കുയിലേ കള്ളിക്കുയിലേ ശരി. ആ സലാമേ, എണ്ണി നോക്കിയല്ലോ അല്ലേ? കണക്കൊക്കെ ശരിയാണല്ലോ. പിള്ളച്ചേട്ടാ ഇത് 1.5 ലക്ഷം രൂപയുണ്ട്. ആ നീ ഒരു കാര്യം ചെയ്യും, ഇത് ഉണ്ടാകത്തില്ല. ശരി. ആ രേണു. ഹായ്. ആ എന്ത് വിശേഷം പിള്ള ചേട്ടാ? നല്ല വിശേഷം. നിനക്കോ? അതേ അവസ്ഥ തന്നെ. ഇത്രയേറെ ശവം പോലെ കിടന്നവനാ, ഇപ്പൊ എന്താ ഒരു ഉത്സാഹം. നീ നാട്ടിൽ പോയിട്ട് ഒന്നും കൊണ്ടുവന്നില്ലടി? പിന്നെ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുന്നത് നിനക്ക് തിന്നാൻ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ? ഇങ്ങനൊരു തീറ്റപ്പെടാതെ. ഓ ഉണ്ണിയപ്പം, ഇതാരോ മനസ്സിൽ ഉദ്ദേശം വാങ്ങിയവനുണ്ടല്ലോ. ഒന്ന് പോടാ, നിനക്ക് വേണമെങ്കിൽ തിന്നാ മതി. ഉണ്ണിയേട്ടന് ഉണ്ണിയപ്പം വേണോ? വേണോന്നോ? ഇനിയിപ്പോ ഉണ്ണേണ്ടത് വേണ്ടെങ്കിലും ഉണ്ണേണ്ടത് കഴിക്കും. അതൊക്കെ പോട്ടെ, നമ്മുടെ സിനിമയുടെ കാര്യം എന്തായി? ആ ദൈവം അനുഗ്രഹിച്ച എല്ലാം നന്നായി. ചക്രവാളത്തിലേക്ക് താഴുന്ന അസ്തമന സൂര്യന്റെ ചുവപ്പ് കിരണങ്ങൾ, ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന മത്തായിയുടെ കണ്ണുകളിൽ നിന്ന് കുടുകുടെ ഒഴുകുന്ന കണ്ണുനീർ, വേഴാമ്പലിന്റെ ഒരു വിഷാദഗാനം പശ്ചാത്തലത്തിൽ. ആ ഇതാ മിസ്റ്റർ ജയകുമാർ. താങ്ക് യു സർ. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയും ലക്ഷ്യവും എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ മാതിരി എല്ലാ മലയാളികളും ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ലല്ലോ. എനിക്കറിയാം സർ. ഞാൻ നാട് വിട്ടു വന്ന കാലം മുതൽ സാറിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിനെപ്പറ്റി ഒന്നും പറയണമെന്നില്ല സർ. ആ ഈ അഡ്രസ്സിലുള്ളവരെല്ലാം സമീപിച്ച് നോക്കാം. താല്പര്യമുള്ളവർ സഹകരിക്കട്ടെ. സാർ ഒന്ന് പോസിറ്റീവായി എല്ലാവരോടും സംസാരിച്ചാ നന്നായിരുന്നു. ആ ഞാൻ പറയേണ്ടത് പറയാം, പക്ഷേ കമ്പൽ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇതൊരു ചാരിറ്റി ആക്ടിവിറ്റി അല്ലല്ലോ. ഞാൻ എന്റേതായ രീതിയിൽ എല്ലാവരോടും കോപ്പറേറ്റ് ചെയ്യാൻ പറയാം. മാത്രവുമല്ല ഈ സംരംഭത്തിന് വേണ്ടി 1 ലക്ഷം രൂപ ഞാനും തരാം. അതുപോലെ. താങ്ക് യു സർ. താങ്ക് യു സർ. இந்த டைம் வரைக்கும் வரவே வரல. ஜோஷி, இந்த 4 மாசமா எனக்கு வாடகையே தரல. நீ சொல்லு, நான் என்ன பண்ணுவேன்? அது நீங்க தப்பா எடுக்காத. ஒரு வாட்டி கூடி மன்னிச்சிடுங்க. ஊரில் கொஞ்சம் பிரச்சனை இருந்து. ஜோஷி, எனக்கு இதெல்லாமே வேற வருமானம் கிடையாது ஜோஷி. கரெக்ட் 1 மாசம் கூட நான் வெயிட் பண்ணுவேன். அதுக்கப்புறம் வாடகை கொடுக்கலன்னா இந்த வீட்டுல பொருளை நான் தூக்கி நான் வெளியே போடுவேன். புரிஞ்சுதா? நாசம். ஓ கடவுளே, இந்த ஆளுங்களை வச்சு நான் எப்படி சென்னை சுற்றி வாழ போறேன்? நாசம். யாரெல்லாமோ வரப்போற பணத்துக்கு. എല്ലാവരും ഉണ്ടല്ലോ. നമസ്കാരം. മോളി, ദേ ജയകുമാർ വന്നിരിക്കുന്നു. ചായ എടുക്ക്. നിങ്ങൾ വരുമെന്ന് പിള്ളച്ചേട്ടനെ വിളിച്ചു പറഞ്ഞിരുന്നു. ആണോ?
ഇവിടെ അടുത്ത് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇവിടെ ഒന്ന് കയറിയേ ഉള്ളൂ. അതല്ല ജയ, ഇവിടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഞങ്ങളുടെ ചെറിയൊരു സഹായം. അതെ, ചായ എത്തി. ചായ കുടിക്ക്. താങ്ക് യു ജി. എന്തായി ജയ, ക്ലൈമാക്സ് ഒക്കെ എഴുതിയോ? എന്റെ പൊന്നു ജോഷേട്ടാ, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലെങ്കിലും ഇതിന്റെ ക്ലൈമാക്സ് ഞാൻ കേട്ടു. പക്കയാണ്. അത് നീ തന്നെ കൊടുക്ക്. എടാ ജയ, ഇവളുടെ കയ്യിൽ നിന്ന് എന്തു വാങ്ങിയാലും അത് ഇരട്ടിയാവും. ഇതെന്തിനായിട്ടാ? ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. ഇതൊന്നും വലിയ കാര്യമായിട്ട് കരുതണ്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു, ഇത് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കുമായിരുന്നു. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്താന്ന് കരുതിയാ മതി. ഈ കുറച്ച് സ്വർണത്തോടൊപ്പം ഞങ്ങളുടെ മനസ്സുണ്ടോ, എല്ലാം ശരിയാവും. നമ്മുടെ സിനിമ എങ്ങടെ ഇറങ്ങട്ടെ. ഓ, തിന്നാ നേരത്തെങ്കിലും ആ ഫോണൊന്ന് താഴെ വെച്ചല്ല ഭാഗ്യം. ആദ്യം പറയുന്ന ആളെ എന്തെങ്കിലും കഴിച്ച് ശരീരം നന്നാക്കാൻ നോക്ക്. ആഹാ, നല്ല ഫോമിലാണല്ലോ ജോണേട്ടന്റെ വരവ്. എന്തായാലും ഇതിന്റെ പേരിൽ ഇനി ആരും ആഘോഷിക്കാൻ നിൽക്കണ്ട. ഞാൻ പോവാ. നീ എവിടെ പോണു? വീട്ടിലേക്ക്. പിള്ളച്ചേട്ടാ, ഇതൊന്ന് നോക്ക്. എന്താ നോക്ക്. പിള്ളച്ചേട്ടന് എന്റെ ഒരു സന്തോഷത്തിന് കണ്ട് എങ്ങനെയുണ്ട് പിള്ളച്ചേട്ടാ? തുടങ്ങി പിള്ളച്ചേട്ടൻ. അതെ, നമ്മുടെ ഈ ഡയറക്ടർ സാറിന് ഉദ്യോഗം കിട്ടിയതിന് നമ്മളൊന്ന് ആഘോഷിക്കണ്ടേ? ഇത് നമുക്ക് അടിച്ച് പൊളിക്കാൻ പിള്ളച്ചേട്ടാ. അതെ, രേണു പറഞ്ഞിട്ട് പോയ കേട്ടല്ലോ, ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന്. അത് നമ്മളോടല്ല, ഇനി നീയായിട്ട് ഇത് അവളോട് പോയി പറയാറുന്നാ മതി. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ ജയേട്ടന്റെ സിനിമയിലെ അടിപൊളി പാട്ട്. കർത്താവേ നീ ക്രൂശിക്കല്ലേ, അത്താഴം ഞാൻ നൽകിയതല്ലേ, പള്ളിയിലേക്കൊരു പങ്കും ഞാൻ പത്തായത്തിൽ നിറച്ചില്ലേ. മണ്ണു കിളച്ചു, തെരു 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 വിത്തു വിതച്ചു, വെള്ളമൊഴിച്ചു, കണ്ണുകഴച്ച് കാവലിരുന്നില്ലേ, കാവലിരുന്നില്ലേ. അപ്പൻ്റെ ഒപ്പം ഞാനും കാവലിരുന്നില്ലേ. പല 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 നാളുകളായി നിറ 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 മണ്ണു കിളച്ചു, തെരു 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 വിത്തു വിതച്ചു, വെള്ളമൊഴിച്ച്, കണ്ണുകഴച്ച് കാവലിരുന്നില്ലേ. അപ്പൻ്റെ ഒപ്പം ഞാനും കാവലിരുന്നില്ലേ. വഴിയെല്ലാം നാട്ടുവഴിയാക്കി, നാട്ടെല്ലാം റോഡ് വഴിയാക്കി, കാട്ടുവഴിയെല്ലാം നാട്ടുവഴിയാക്കി, നാട്ടുവഴിയെല്ലാം റോഡ് വഴിയാക്കി. നിന്റെ മുന്നിൽ മുട്ടുകുത്താൻ പള്ളി കെട്ടിലേ, ഞങ്ങൾ സ്വർഗമാക്കിയില്ലേ, ഇവിടം സ്വർഗമാക്കിയില്ലേ. പടയോട്ടം, കുടുകുടു കുടുകുടെ പോരാട്ടം, നീരു നിറച്ച് നോവ് മറന്ന് കൊണ്ടു നടന്നില്ലേ. അപ്പൻ്റെ ഒപ്പം ഞാനും കണ്ടു നടന്നില്ലേ. കട 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 കഥകൾ, ചടപട ചടപട പടയോട്ടം, കുട്ടുപുട്ട കുട്ടുപുട്ട പോരാട്ടം, നീരു നിറച്ച് നോവ് മറന്ന് കൊണ്ടു നടന്നില്ലേ. അപ്പൻ്റെ ഒപ്പം ഞാനും കണ്ടു നടന്നില്ലേ. െല്ലാം നൂറ് നൂറാക്കി, ഊരിലെമ്പാടും ചോറ് വിളമ്പിലോ. പുഞ്ചവയലെല്ലാം നൂറ് നൂറാക്കി, ഊരിലെമ്പാടും ചോറ് വിളമ്പിലോ.
600. ഇരിക്കും. നമസ്കാരം. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് പിള്ളച്ചേട്ടാ വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു. ചായക്കടയൊക്കെ എങ്ങനെ പോകുന്നു? ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കൂടെ? എവിടുന്നാ പിള്ളച്ചേട്ടാ ഇതിനൊക്കെ സമയം? ഇന്ന് സിംഗപ്പൂരാണെങ്കിൽ നാളെ ദുബായ്. എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്. എവിടുന്നാ പിള്ളച്ചേട്ടാ ഇതിനൊക്കെ സമയം? ഞാൻ പറഞ്ഞ കക്ഷി. ഫോണിൽ പറഞ്ഞത് ജയകുമാർ. ഈ പിള്ളച്ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് പിന്നെ എതിർവാക്കില്ല. ഞങ്ങളുടെ ഒരു ഇരിപ്പ് അങ്ങനെയാണ്. ഈ സിനിമ എന്നത് എനിക്കും താല്പര്യമുള്ള വിഷയമാണ്. എങ്കിൽ ഗംഭീരമായിട്ട് ചെയ്യാം. നിങ്ങളുടെ കാശ് നഷ്ടപ്പെടില്ല, അതുറപ്പാ. കാശല്ലല്ലോ പിള്ളച്ചേട്ടാ വിഷയം. നിങ്ങൾക്കറിയാലോ എൻ്റെ ഒരു വീക്ക്നെസ്. തരുന്ന കാശിന് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? സിനിമയല്ലേ? മിസ്റ്റർ, സിനിമയ്ക്ക് ഒരു സത്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ സഹായിക്കാൻ വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ ഞാൻ എടുക്കുന്നില്ല. ഞങ്ങളിവിടെ വന്നതേ പിള്ളച്ചേട്ടനെ കൊണ്ട് മാമാപ്പണി ചെയ്യിപ്പിക്കാനൊന്നുമല്ല. വാ പിള്ളച്ചേട്ടാ പോ. അങ്ങോട്ട് പോട്ടോ. അമ്മയുടെ എക്സ്പോർട്ടിങ് പുറത്തൊക്കെ വേണം നേരിട്ടുണ്ടെങ്കിൽ. തൃപ്തിയായി. ഹായ്. മോള് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഓർത്തില്ല. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഈ ചേച്ചിക്ക് എപ്പോ വന്നാലും ഇതേ ഡയലോഗ് ഉണ്ട്. അടുത്ത ഞാൻ പറയട്ടെ. അയ്യോ, പാലെടുപ്പത്ത് ചേർന്ന് ഞാൻ മറന്നുപോയി. അത് അളച്ചു പോയാവോ എന്തോ. അയ്യോ, കുഞ്ഞു പറഞ്ഞപ്പോഴോർത്തത് ഈ കുഞ്ഞിന്റെ ഒരു കാര്യം. അച്ഛൻ്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടതാ. ഭർത്താവ് മരിച്ചുപോയി. ഒരു സഹായത്തിന് ഇവിടെ നിൽക്കുക. രാജകൊട്ടാരത്തിലെ ദ്വാരപാലിക അസലായിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണോ കൊട്ടാരത്തിനകത്തമായ കാഴ്ച? ജയേട്ടാ, വീണ്ടും തമാശ പറയാതെ. നോമങ്ങട് വരികയാണ്. ഒരു മിനിറ്റ്. എന്താ മോനെ ഇത്? ഇതെന്താ ഇത്? എന്താ ഈ മുഖത്തൊക്കെ? നോക്കട്ടെ, തിരിഞ്ഞേ. എന്റെ രാത്രിയിൽ ഉണ്ണിക്കുട്ടിനെ പിടിക്കാൻ ഞാനൊരു ഉണ്ണി പേറ്റുറങ്ങിയിട്ടില്ല. ഞാനുമായോട് പോവാൻ പറയാം. അവളെക്കുറിച്ച് ഇങ്ങനൊരവസ്ഥ ചെന്നൈയിൽ ആർക്കും അറിയില്ലായിരിക്കും അല്ലേ? ഒരിക്കലും സ്വന്തം സങ്കടങ്ങളൊന്നും അവൾ ആരോടും പറയില്ല. ഇവിടെ വരണവരെ എനിക്കും അറിയില്ല. മോൻ അതൊന്നും തിരുത്താൻ നിൽക്കണ്ട. അവൾക്കത് വലിയ ടെൻഷനാവും. അവൾ എന്നോട് നുണ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നേ ഉള്ളൂ, എന്റെ ഈ സൂക്കേട്. ഇത് ബ്ലഡ് ക്യാൻസർ ആണെന്ന കാര്യം എനിക്കറിയാവുന്ന അവൾക്ക് അറിയില്ല. ഞാനത് ഭാവിച്ചിട്ടുമില്ല ജയ. മോൻ കണ്ടില്ലേ അമ്മയുടെ അവസ്ഥ? ഉണ്ണിയാണെങ്കിൽ ഒരിക്കലും ഒരു സാധാരണ കുട്ടിയായിട്ട് ഓടി നടക്കുകയില്ല. അതുകൊണ്ടാ ഞാൻ അവളെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്.
ഈ വീടും സ്ഥലവും വിറ്റിരിക്കുക. അവളുടെ കൂട്ടുകാരിയുടെ അച്ഛനാ ഞങ്ങളുടെ സങ്കടം കണ്ടിത് വാങ്ങിയിരിക്കണത്. നല്ല വിലക്ക് തന്നെയാ. ആ പിന്നെ ഉണ്ണിയെ ഇന്ന് റിട്ടയർഡ് ഹോമിലേക്ക് മാറ്റും. നാളെ ഞങ്ങളും വൃദ്ധസദനത്തിലേക്ക് മാറും. ഞങ്ങളിനി എത്ര കാലം അജയ? ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, രേണുകയെ നല്ലൊരാളുടെ കൈപിടിച്ച് ഏൽപ്പിക്കണം. അവൾക്കൊരാപത്തും വരരുത്. എന്റെ കുട്ടിയെ തനിച്ചാക്കരുത്. ഇതുവരെ ഞാൻ അവളെ എന്റെ പെങ്ങളെ പോലെ കരുതി. ഇനി അവൾ എന്റെ പെങ്ങള് തന്നെ. സത്യം. മോളെ, ഈ വീട് വിറ്റൊന്ന് കരുതണ്ട, ഏൽപ്പിച്ചൊന്ന് കരുതിയാ മതി. മോളെ, ഇടയ്ക്കൊക്കെ വരണം. ഇനിയെങ്കിലും ഒന്ന് പൊട്ടി കരഞ്ഞോടെ രേണു നിനക്ക്? ഇല്ല മായി, രേണു കരയില്ല. നിങ്ങൾ ചെയ്തത് 100 പുണ്യം. അല്ലെങ്കിൽ എന്റെ മോള് കഷ്ടപ്പെട്ടേനെ. ദേവി, എന്നും അറയിൽ വിളക്ക് വയ്ക്കണം. ഇറങ്ങട്ടെ. ജയേട്ടന് ഇതിലൊരു സ്വപ്നമായി തോന്നുന്നുണ്ടോ? ഏയ് ഇല്ലില്ല, ഒരു കോമഡി ആയിട്ടാ തോന്നുന്നേ. എന്നെ കളിയാക്കാണോ? അല്ല രേണു, ഒരിക്കലുമല്ല. ജീവിതമാവുന്ന ഈ കോമഡി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. തൽക്കാലം നമുക്ക് ചെന്നൈയിൽ അവസാനിപ്പിക്കാം. എന്താ? ശരി ശരി. ആ പിന്നെ ഇവിടെ കണ്ടൊന്നും അവിടെ വിളമ്പണ്ട. വിളമ്പിയ ഈ രേണുക തമ്പുരാട്ടി വീണ്ടും ഉറുമിയെടുക്കേണ്ടി വരും. ജയേട്ടാ, ദേ ഇതങ്ങ് പിടിച്ചോ. അച്ഛൻ ജയേട്ടനെ ഏൽപ്പിക്കാൻ പറഞ്ഞതാ. എന്താ ഇത്? ഒരു 10 ലക്ഷം രൂപയുടെ DD ആണ്. എന്താ രേണു, എന്തിനാ ഇത്? ഒരു ഇതുമില്ല. ചേട്ടന്റെ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്ന അച്ഛൻ പറഞ്ഞു. അല്ല രേണു, അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ? ജയേട്ടാ, ഇപ്പൊ പണം വേണ്ടത് ജയേട്ടനാ. നമുക്ക് ആ സിനിമ അങ്ങ് ചെയ്യാന്ന്. പിന്നെ നമുക്ക് സുമതി ചേച്ചിയുടെ കഴുത്തിലെ താലിച്ചരട് മാറ്റി ഒരു കട്ടി ചെയിനാക്കണം. വേണ്ട ഡയറക്ടർ സാറേ? എനിക്ക് നിന്നെ ഒരു വിധത്തിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല രേണു. ഞാൻ എൻ്റെ സിനിമാ മോഹങ്ങളെല്ലാം അവസാനിപ്പിച്ചതാ പലവട്ടം. പക്ഷേ ജോണേട്ടൻ, പിള്ളച്ചേട്ടൻ, ഫ്രെഡി, പിന്നെ നീയും എന്നെ വീണ്ടും സിനിമയിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. എനിക്കൊന്നും പിടികിട്ടുന്നില്ലടോ. മൃഗ കാപ്പാത്തണം. ആ കവർ എടുക്കൂ. നോട്ടൊക്കെ ശരിക്കും എണ്ണയില്ലല്ലേ? പ്രാവശ്യം എണ്ണിയതായിട്ടാ, എല്ലാം കറക്റ്റ് അല്ലേ? ഇങ്ങനെ മര്യാദക്ക് കണക്കൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഈ ഹോട്ടൽ എന്നേ நம்ம படத்துக்காக இன்னைக்கு ஸ்பெஷல் பூஜை பண்றதுக்கு நானே பழனிக்கு போக போறேன். அப்படியா? அதற்கிட்ட நாளைக்கு போகல ராசாமணி. ஆமா, நாளைக்கு சாங் ரெக்கார்டிங். இல்ல சேட்டா, இன்னைக்கே கிளம்பணும். நம்ம படம் நல்லா வரணும்ல, அதுக்கு கிளம்பட்டுமா? നന്നായി പോയി. കോവിലെന്ന് വെച്ചാൽ രാജാമണി നമ്മാരി. അപ്പൊ രേണു, നീ ഈ പണം
പോകുന്ന വഴിക്ക് ജോണിനെ ഏൽപ്പിച്ചിട്ട് പോണം. ഞാൻ ജോണിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അയ്യോ പിള്ളച്ചേട്ടാ, ഇത്രയും പണം ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് പേടിയോ പിള്ളച്ചേട്ടാ. അതും ശരിയാ. പിള്ളച്ചേട്ടാ, ഞാൻ ജോണേട്ടന്റെ വീട് വഴിയാ പോകുന്നേ. ക്യാഷ് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അത് മതി. അവനെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. പണമാണ്. ശരി. അപ്പോ നാളേക്ക് സോങ് റെക്കോർഡിംഗ്. All the best. All the best, my dear director. നീ ചുളുക്കാളാ. അടിപൊളി, സൂപ്പർ. നിങ്ങൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നതുള്ള ഇതിന് വല്ല അഡ്വാൻസ് തന്നേച്ചാണോ? ഇല്ല. എന്നതാണ് ഇതിന്റെ പേര് പറഞ്ഞത്? ജയകുമാർ. ഓ എടാ ജയകുമാരാ, നിങ്ങളെ എന്നതാ ഈ മലയാളികൾ ഒരുമ കൂട്ടായ്മ എന്നൊക്കെ പറയണത്? അഡ്വാൻസ് ഒന്നുമില്ലാതെ ഞാൻ എന്നാ ചെയ്യാനാ എന്റെ കുഞ്ഞെ? അത് പിന്നെ അച്ചായ കുച്ചായ എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാ എനിക്കിതേ ചൊറിഞ്ഞു കയറുന്നുണ്ട്. ജയ, എന്തിനാ അയാളോടൊക്കെ വില പേശി സമയം കളയണത്? നമ്മുടെ കൈ കാശില്ലേ? അത് പിന്നെ കുഞ്ഞേട്ടന്റെ കയ്യിലാ. എന്നാ അയാളെ വിളിച്ച് സെറ്റിൽ ചെയ്യേ. ഇപ്പൊ സംയമനം പാലിക്കേണ്ട സമയം, അല്ലെങ്കിൽ വെറുതെ ആളുകൾക്ക് സംശയം തോന്നും. ശരി ചേട്ടാ, ഈ കൂട്ടത്തിൽ ഇപ്പോ ചേട്ടൻ വലിയൊരാളാണ്, അത് കളയരുത്. വാ, മധു ഇപ്പൊ വരും. ചെല്ല്. നമസ്തേ. ഹലോ ജയ. നമസ്കാരം മധുട്ടാ. വേദന മാത്രം എന്തിനു തന്നു ജീവിതമെന്നും വഴിയറിയാതെ. വേദന മാത്രം എന്തിനു തന്നു ജീവിതമെന്നും വഴിയറിയാതെ. കഥയറിയാതെ കരളലിയുമ്പോൾ വീണക്കമ്പിയും ശ്രുതി മറന്നു. എൻ്റെ ജീവിത സ്വപ്നവും തകർന്നടിഞ്ഞു. വേദന മാത്രം എന്തിനു തന്നു ജീവിതമെന്നും വഴിയറിയാതെ.
രാവിൻ്റെ സോപാനം വേഴാമ്പൽ നാദം പകലന്തിയോളം സൂര്യന്റെ താപം രാവിൻ്റെ സോപാനം വേഴാമ്പൽ നാദം പകലന്തിയോളം സൂര്യന്റെ താപം മനസ്സിന്റെ വ്യഥകൾ ചിതയായി മാറി ചേമ്പിലത്താളിലെ ജലബിന്ദു പോലെ നീറിയുരുകുന്നെൻ ജീവിതയാതന വേദന മാത്രം എന്തിനു തന്നു കണി കാണും മുൻപേ അമ്മയോരോർമ്മയായി പോറ്റമ്മ തൻ കയ്യിൽ ഞാൻ വളർന്നു കണി കാണും മുൻപേ അമ്മയോരോർമ്മയായി പോറ്റമ്മ തൻ കയ്യിൽ ഞാൻ വളർന്നു താതനൊരു നാളും മനഃശാന്തിയില്ലാതെ മുജ്ജന്മശാപത്തിൽ എരിഞ്ഞടങ്ങുമ്പോൾ ബലിതർപ്പണം പോലും കഴിയാതെ പോയി മോചേട്ടാ ആ ജയനോ ജയ ഈ പാട്ട് ഹിറ്റാവിടും താനൊന്നോട്ട് വിഷമിക്കണ്ട തൻ്റെ പൈസയിലേ മോഷ്ടിക്കാൻ പറ്റുള്ളൂ തൻ്റെ കഴിവിനെ ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടൊരിക്കലും താൻ വിഷമിക്കണ്ട എല്ലാം ശരിയാവും തനിക്ക് വിജയം മാത്രമേ വരൂ നീ എഴുതിയ ഈ പാട്ട് എൻ്റെയും കൂടി ജീവിതമാണ് ഗുരുവായൂരപ്പ ആ കാലമാടൻ്റെ കയ്യിലാണല്ലോ കാശ് കൊടുത്തത് അതിപ്പോ ഈ കുഞ്ഞുമോൻ ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും വിചാരിച്ചോ ജോണേട്ടാ നമുക്ക് കേസ് കൊടുത്താലോ കംപ്ലൈന്റ് കൊടുത്താ അത് വലിയ ഇഷ്യൂ ആവും ഇപ്പൊ ഇത് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇനി കംപ്ലൈന്റ് കൊടുത്ത എല്ലാവരും അറിഞ്ഞാൽ പണം തന്നവർ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോളെ പിള്ളച്ചേട്ടാ നമുക്ക് രഹസ്യമായ ഒരു അന്വേഷണം നടത്തിയാലോ ഷൂട്ടിംഗ് ഡേറ്റ് മാറുകയെന്ന് വെച്ചാ വല്ലാത്തൊരു സ്ഥിതിയിലാവും നമ്മൾ എന്റെ തല പെരുക്കണു ജോണേട്ടാ
ജയകുമാറെ, ആരും സംവിധായകരായി ജനിക്കുന്നില്ല. കഷ്ടപ്പെട്ട് ത്യാഗങ്ങളിലൂടെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രമേ ഒരാൾക്ക് ആ സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയൂ. ജോണിപ്പം പറഞ്ഞു വരുന്നത് നമുക്കിനി രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കളക്ട് ചെയ്ത പണം തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം. അതിനിപ്പോ എന്താ ഒരു വഴി ജോണേ? എനിക്ക് ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷേ ഇങ്ങനൊരു സൊല്യൂഷൻ, അത് ദൈവത്തിന്റെ വികൃതി തന്നെയാ. ഈ വർഷത്തെ നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ജയകുമാർ മത്സരിക്കാൻ പോകുന്നു. കൊള്ളാം. അത് കൊള്ളാലോ. ഒന്ന് തെളിച്ചു പറയണ്ട ജോണേട്ടാ. പിള്ളച്ചേട്ടാ, ഈ വർഷം മുതൽ തമിഴ്നാട് സർക്കാർ നാഷണൽ ഗെയിംസ് വിൻ ചെയ്യുന്ന പ്ലേയേഴ്സിന് ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. 1 കോടി രൂപ. അപ്പോ ജേട്ടൻ ജയിച്ച 1 കോടി. നാഷണൽ മെഡലൊന്നും ഒരു ഈസി ടാസ്ക് അല്ല. എത്രയോ വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം വരുന്ന പ്ലേയേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഒന്നും നിങ്ങൾക്കറിയില്ല. സ്റ്റാൻഡേർഡ് കുന്തം. ജയന് അത്യാവശ്യ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരണേ? ഞാൻ മത്സരിക്കണമെന്നാണോ? അങ്ങനെ പോരെ ജയ, നിനക്ക് തന്നെ തോന്നണം. അല്ലാതെ മത്സരിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഇതിൽ മത്സരിക്കണം. ശ്രമിക്കുമോനെ? ജേട്ടാ, ദൈവം ഒന്നും മുഴുവനായി കിടത്തി കളയില്ല, സത്യം. Good afternoon, sir. I'm Jayakumar, an archer. I would like to participate in the nationals this year. Joka, huh? What do you think about me, Mr. Jayakumar? I'm ready to obey all your rules and regulations, sir. Please allow me to participate. Joka, here parents are ready to pay lakhs and lakhs and lakhs of rupees to participate in the nationals. Now, please get out. Wait and see, Mr. Rufaini. I will be there in the nationals. It's my challenge. Mind it. ഇവനെ ഇപ്പടി വിടക്കൂടാതെ പാകലാം. അമ്മ അച്ഛൻ ഉറപ്പായും ജയിക്കും. എന്റെ പിള്ളച്ചേട്ടാ, ഞാനൊന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. നിനക്ക് അവന്റെ ചെപ്പക്കിട്ടൊന്നും കൊടുക്കായിരുന്നില്ലേ? ചെപ്പയ്ക്കല്ല, അവന്റെ മർമ്മത്തിലിട്ടാ കൊടുത്തിരിക്കുന്നത്. അവൻ എന്താ പറഞ്ഞെന്നറിയോ? ജയകുമാർ നാഷണൽസിൽ മത്സരിക്കില്ലാന്നും. ജയകുമാറിന് തമിഴ്നാട് സ്റ്റേറ്റിന്റെ ID പ്രൂഫ് ഉണ്ട്. കൂടാതെ മറ്റൊരു സ്റ്റേറ്റിന് വേണ്ടി മത്സരിച്ചിട്ടുമില്ല. അതുകൊണ്ട് എന്താ, എന്റെ ഫ്രണ്ട് അഡ്വക്കേറ്റ് പ്രദീപ് പുഷ്പം പോലെ ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ എടുത്തു തരും. നിയമവും ജുഡീഷ്യറിയും സ്പോർട്സിന് തലപ്പത്തിട്ടിരിക്കുന്നുണ്ടാ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ഒരു കോപ്പ് കിട്ടാതെ പോയത്. മേഡം, എല്ലായിടത്തും ഉണ്ടാവും ഇതേപോലെ ഓരോരോ അട്ടകൾ. ജയകുമാർ തൃക്കേട്ടാ അല്ലേ? कृपया सभी अच्छे ध्यान दें. सब लोग अपने अपने इक्विपमेंट चेकअप करने के लिए ये साथ पर बताइए. Attention to all the athletes, kindly come to the stand for your equipment checkup.
Archers, please listen. Second round elimination is going on. The following archers are participating in this competition: Rajesh Sahu from Andhra Pradesh, Gurucharan Singh from Punjab, Jaykumar Narayanan from Tamil Nadu. साथियों, हमारे दूसरा राउंड एलिमिनेशन अब चल रहा है. പിള്ളച്ചേട്ടൻ വന്നില്ലല്ലോ. പിള്ളച്ചേട്ടൻ 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 ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ മിസ്റ്റർ പിള്ള, എന്താ വരാത്തെ? കുഞ്ഞെ, ഞാൻ വരുന്നില്ല. ഇവിടെ പോലീസ് വന്നിരുന്നു. പോലീസോ? എന്തിന്? നമ്മുടെ കുഞ്ഞുമോനെ സീക്കർ എടുത്തതെല്ലാം ഉള്ള വെക്കട. ചുമ്മാ സമയം പാഴാക്കാതെ ഉള്ള വൈ. என்னன்னா இவனை தெரியுமா? தெரியும் சார். இவன் ராஜாமணி இங்கே பூக்கடை வச்சிருக்கு. என்ன பிரச்சனை? வாடா இங்க. சொல்லடா, சொல்லு. நான் கொலை பண்ணிட்டேன் பிள்ளைடா, கொலை பண்ணிட்டேன். நீ யாரை கொலை பண்ணிட்டு? குஞ்சுமானே கொலை பண்ணிட்டேன். குஞ்சுமானே கொலை பண்ணிட்டேன். என்ன பழனிக்கு போன சொல்லிட்டு போயிலையா? இல்லையே, சும்மா பஸ்ஸுக்காக உட்காருங்க. வாங்க, நான் வீட்டுக்கு ட்ராப் பண்ணிடா. வரேன். மன்னிச்சிடுங்க பிள்ளை சேட்டா, மன்னிச்சிடுங்க. ഇപ്പൊ ആരോടും പറയൊന്നും വേണ്ട. ഞാൻ അവിടെ വന്ന് വിശദമായിട്ട് പറയാം. ഓക്കെ? അല്ല പിള്ളച്ചേട്ടാ, ഹലോ. എന്താ വിളിച്ചിട്ട്? പറയാം, വരൂ. പറയാം. ഒന്നുകൂടി ഒന്നുമില്ല. ആ ജോണേട്ടന് വേണ്ടി എനിക്ക് ജയിച്ചേ മതിയോ? എന്റെ ജോണേട്ടന് വേണ്ടി എനിക്ക് ജയിച്ചേ മതിയോ? എന്റെ പൊന്നു ജയ, ഒന്നിലും ഓവർ എക്സൈറ്റഡ് ആവരുത്.
കെട്ടു നടത്താൻ വരട്ടെ അച്ചോ. അപ്പച്ച എന്താ മത്തായി പറയണേ? അത് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് VIPs വരാനുണ്ട്. കേറി വാ മക്കളെ. എന്റെ ത്രേസിയുടെ പേരിലുള്ള ഓർഫനേജിലെ കുട്ടികളെ ഇവരില്ലാതെ എന്റെ മോന്റെ കെട്ട് എങ്ങനെ നടത്തുവച്ചു? വളരെ നല്ലത് മത്തായി, അവരും എന്റെ മക്കളല്ലേ. ഇനി കെട്ടി നടക്കട്ടെ അച്ചു. എന്താ ജയകുമാറെ, താൻ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണോ? ഞാൻ കണ്ടടോ തന്റെ സിനിമ നന്നായിട്ടുണ്ട്. ദേ, ഷോ കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ തന്നെ കാണാതെ വിഷമിച്ചിരിക്കായിരിക്കും. താൻ ചെന്ന് അവരോടൊപ്പം നിൽക്കുക.